ഹലോ അമ്മ. അമ്മ എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അമ്മ. എന്നെ വെറുതെ ഇട്ട് അടിക്കുക ചേട്ടൻ. എനിക്ക് പറ്റുന്നില്ല. ഇന്ന് എന്നെ ജീപ്പിൽ മുടിയിരുന്നെന്നും പറഞ്ഞ എൻ്റെ കാരണത്തൊരു ഒറ്റ അടി. ഇപ്പോഴേ എൻ്റെ കാലിലെന്തോ മൂളെന്ന് പോലെ തോന്നുന്നു അമ്മ. ഞാൻ വീട്ടിലോട്ട് വന്നോട്ടെ പ്ലീസ് അമ്മ. നീ എന്താ ഈ പറയുന്നത്? വീട്ടിൽ വന്ന് നിൽക്കണമെന്നോ? ഒരു കുടുംബ ജീവിതം ആവുമ്പോൾ അങ്ങനെയൊക്കെയാണ്, വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കാണും. നമ്മൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലാതെ ഒന്നും പറ്റത്തില്ല. നീ ആ കുഞ്ഞിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അപ്പൊ നിനക്ക് അവിടെ നിൽക്കാനുള്ള മനസ്സ് താനേ ഉണ്ടാകും. അമ്മ പറഞ്ഞു ശരി. ഞാൻ എൻ്റെ കുഞ്ഞിനെ ആലോചിച്ച ഇത്ര നാളിവിടെ പിടിച്ചിരുന്നത്. ഞാനിവിടെ നിന്ന എനിക്ക് പേടിയുണ്ട് ചേട്ടൻ എന്നെ ഉപദ്രവിച്ച് കൊന്നു കളയുമെന്ന്. ഞാൻ വന്നോട്ടെ അമ്മ, നമുക്ക് ഡിവോഴ്സിന് കൊടുക്കാം പ്ലീസ്. നീ ഇപ്പൊ എന്ത് എളുപ്പത്തിലാ ബന്ധം ഉപേക്ഷിച്ചു കളയണമെന്ന് പറയുന്നത്? നീ ഒരു കാര്യം ആലോചിക്കണം. നിനക്ക് താഴെ ഒരു പെണ്ണും കൂടെ ഉണ്ട് ഇവിടെ. അതിന് ഞങ്ങൾക്ക് നാളെ ഇറക്കി വിടണ്ടയാ. അപ്പൊ ഒരു നല്ല ആലോചന വരുമ്പോ പറയുന്നത് എന്തുമായിരിക്കും? ചേട്ടത്തി ഇങ്ങനെ ബന്ധം ഒഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുവാണെന്ന്. ആ ഒരു ചീത്തപ്പേര് എന്തായാലും വരും. അതുകൊണ്ട് നീ അവിടെ എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കാൻ നോക്കും. അതെല്ലാം എനിക്കറിയാം, പറ്റാത്തത് കൊണ്ട്. അമ്മയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കും. നിന്റെ അച്ഛനും പണ്ട് ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. കള്ളുകുടിയും വഴക്കും എല്ലാം ഉണ്ടായിരുന്നു. അത് പതിയെ പതിയെ മാറും. അന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോയായിരുന്നെങ്കിലോ? ഞാൻ സഹിച്ചു നിന്നതുകൊണ്ടല്ലേ ഇപ്പൊ നല്ലൊരു ജീവിതം ആയത്. അതുപോലെ നീ അവിടെ സഹിച്ച് നിൽക്കേ. അതേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഞാൻ വെക്കുവാ. ഞാനേ വിളക്ക് കത്തിക്കാൻ വേണ്ടി വീടും വെറ്റുമൊക്കെ നോക്കുക. ശരിയെങ്കിൽ അമ്മ. ഹലോ ഹലോ അമ്മ.